ഹലോ ഹായ്, ഞാൻ നൗഷാദ്. ഞാനിന്നുള്ളത് എൻ്റെ വീട്ടിലാണ്. ഞാൻ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മുടെ ലോങ്ങനും റംബുട്ടാനൊക്കെ ഇന്ന് വിളവെടുപ്പാണ്. വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചതാണ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ലോങ്ങനാണ്. ഇത് കായ്ച്ചിട്ട് കണ്ട, ലോങ്ങൻ കായ്ച്ചിട്ട് കണ്ട. ഇത് നിലത്ത് സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഡയമണ്ട് റിവറാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട് റിവറാണ് നമുക്ക് നിലത്ത് വെക്കാൻ ഏറ്റവും ഉത്തമം. ഇതുപോലെ നമുക്ക് കായ്ച്ചു കിട്ടുന്നതുമാണ്. പഴുത്ത് പാകമായിട്ടുണ്ട് കണ്ട. ഇതിന്ന് വിളവെടുപ്പാണ്. ഈ ഒരു കൊലയെ നമുക്ക് പാകമായിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു പഴച്ചെടി മൊത്തത്തിൽ ഇപ്പം ഇതാ കായായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 4 വർഷത്തോളം പ്രായമായ നമ്മുടെ ലോങ്ങൻ്റെ തെയ്യാണ് ഈ കാണുന്നത്. ഇത് ഡയമണ്ട് റിവറാണ്. നമുക്ക് ഏറ്റവും നല്ലത് നിലത്ത് സെറ്റ് ചെയ്യാൻ അനുയോജ്യം ഡയമണ്ട് റിവറാണ്. നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ വെക്കുന്നുണ്ടെങ്കിൽ 4 സീസൺ പോലുള്ള ലോങ്ങനുകൾ നമുക്ക് ഡ്രമ്മിലും, ഫയർ സീസൺ, അതുപോലെ നമ്മുടെ വൈറ്റ് ലോങ്ങനൊക്കെ നമുക്ക് ഡ്രമ്മിൽ വെക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ഒരു ലോങ്ങൻ വെറൈറ്റികൾ നമ്മൾ പരിചരിക്കേണ്ടതും, അതുപോലെ നമ്മുടെ ലോങ്ങൻ ഏതൊക്കെ ലോങ്ങൻ വെറൈറ്റികൾ നമുക്ക് ഡ്രമ്മിൽ വെക്കാം, ഏതെല്ലാം ലോങ്ങൻ വെറൈറ്റികൾ നമുക്ക് നിലത്ത് വെക്കാം എന്നുള്ളത്, അതിനെന്ത് വളപ്രയോഗം കൊടുക്കണം എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ അടുത്ത് തന്നെ എൻ്റെ ചാനലിൽ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പം ഇതിന്ന് വിളവെടുപ്പാണ്. വിളവെടുപ്പ് വീഡിയോ മാത്രമേ ഇന്നുള്ളൂ. ചെറിയൊരു ഷോർട്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വിളവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ കയറ്റിയിട്ട് ഒരു പ്രൂണിങ് രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതൊരു പ്രൂണിങ്ങും കൂടിയായി. നമ്മളിത് ലോങ്ങൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രൂണിങ്ങും കൂടെ കുറച്ച് കയറ്റി കട്ട് ചെയ്തതിന് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ശാഖകൾ വരും. ഇങ്ങനെയാണ് നമ്മൾ ലോങ്ങനായാലും റംബുട്ടാനായാലും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കണ്ട എന്തൊരു ഭംഗിയാ കാണാൻ. കണ്ട നമ്മുടെ മുറ്റത്ത് കായ്ച്ച ലോങ്ങനാണ്. ഏതായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. നമുക്ക് നിലത്ത് സെറ്റ് ചെയ്ത ഇതുപോലെ നമുക്ക് കായ്ച്ച് കിട്ടുന്നതാണ്. ഇനിയിപ്പം ബാക്കിയൊന്നും പാകമായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. കണ്ട, ഇതാണ് നമ്മുടെ ലോങ്ങൻ. നല്ല മധുര. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റംബുട്ടാൻ. ഇതാ നിങ്ങൾ റംബുട്ടാൻ കായ്ച്ചിട്ട് കണ്ട, ഇതാ കണ്ട, ഇതെല്ലാം നമ്മൾ പഴുത്ത് പാകമായിട്ടുണ്ട് പറിക്കാനായിട്ട്. ഇതെൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തതാണ്. ഞാൻ അധികവും വീഡിയോ എൻ്റെ നഴ്സറിയിൽ നിന്ന്, ഗാർഡനിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു റംബുട്ടാൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിചരണവും വളപ്രയോഗവും കാര്യങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ ഈ റോയൽ ഗാർഡൻ എൻ്റെ ഒരു ചാനലുണ്ട്. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വളപ്രയോഗം, പരിചരണം എന്നൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതും വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലക്കുറവാണ്, പരമാവധി ഉള്ളതിൽ ഒതുക്കി ഇങ്ങനെ ലൈനായിട്ട് വെച്ചതാണ്. അബിയു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട്, ലോങ്ങൻ വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഇതാ ഈ കാണുന്നത് പിങ് പോങ് ആണ്, അതുപോലെ ഈ കാണുന്നത് നമ്മുടെ 4 സീസൺ ലോങ്ങനാണ്. ഇതാ കണ്ട, ഇത് 4 സീസൺ ലോങ്ങൻ കായ്ച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ട, ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ലോങ്ങനാണ് നമ്മുടെ ഈ 4 സീസൺ ലോങ്ങൻ. നമുക്ക് ഇതുപോലെ നമുക്ക് കായ്ക്കും. 4 പ്രാവശ്യം കായ്ക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ 4 പ്രാവശ്യം ഒന്നും കണക്കൂട്ടേണ്ട, ഒരു 2 പ്രാവശ്യം നമുക്ക് കായ്ച്ചു കിട്ടുന്നതാണ്. നമുക്കൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ലോങ്ങനാണ് നമ്മുടെ 4 സീസൺ. അതുപോലെ ഈ അടുത്ത് കാണുന്നത് വൈറ്റ് ലോങ്ങനാണ്. പൂത്തിട്ട് കണ്ട, ഇതിൽ കായ് ആവുന്നേ ഉള്ളൂ, ഫുള്ള് പൂത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ അടുത്ത് തന്നെ എൻ്റെ ചാനലിൽ വരുന്നതാണ്. അതായത് ഇതിൻ്റെ എങ്ങനെയാണ്, ഏതാണ് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ, ഏതാണ് നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ റംബുട്ടാനും കൂടി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് റംബുട്ടാൻ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ കുറച്ച് കയറ്റി കട്ട് ചെയ്യണം. പ്രൂണിങ്ങും കൂടി നമ്മുടെ ഈ വിളവെടുപ്പിലാണ്. ഇതാണ് നമ്മുടെ റംബുട്ടാൻ. കണ്ട, ഇതൊരു ഭംഗിയായി. ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ച് പരിചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ലോങ്ങൻ, അതുപോലെ റംബുട്ടാനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഒരു തൈ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇഷ്ടം പോലെ നമുക്ക് മതിയാവോളം നമുക്ക് കഴിക്കാൻ നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചതാണ്. ഇതൊക്കെ പിള്ളേർ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞതാണ്. ഇനിയുണ്ട് ഒരുപാട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുകളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ NIT ആണ്. അതുപോലെ നമുക്ക് മഞ്ഞയുണ്ട് ഇവിടെ. നമുക്ക് അതും കൂടി ഒന്ന് പരിചയപ്പെടാം. കണ്ടാ, നമ്മുടെ NIT ആണ് ഈ കാണുന്നത്. ഇതാ നമ്മുടെ കുരുവിൽ നിന്ന് അടർന്നു വരുന്നതാണ്. എന്താ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്നറിയാം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഇതുപോലെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ E35 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യെല്ലോ റംബുട്ടാനാണ്. ഇതാ കണ്ടിട്ടേ, കണ്ടാ, ഇത് ഫുള്ളുണ്ട്. ഇതൊരു 3.5 വർഷം പ്രായമായ ഒരു തെയ്യായി ഇത്. ഇതാ E35. ഇതുണ്ട്. നമ്മുടെ NIT പോലെയല്ല. NIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 കായ് 1 കിലോവും, E35 എന്ന് പറഞ്ഞാൽ 35 കായ് 1 കിലോനാണ്.
അപ്പം E35 പ്രത്യേകത നമുക്ക് മധുരം കൂടുതലാണ്. നമുക്ക് കഴിച്ചാൽ മതിയാക്കാത്തൊരു റംബൂട്ടാനാണ് നമുക്ക് E35. നമുക്കിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തൊരു റംബൂട്ടാൻ തൈയാണ് നമ്മുടെ E35. എന്നാൽ N18 മധുരം കൂടുതൽ E35 ആണ്. ഞാൻ ഇതിൻ്റെ ഫ്ലഷ് കാണിച്ചു തരാം. ഇത് 35 പഴം വേണം, പക്ഷേ മധുരം കൂടുതൽ ഇതിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റംബൂട്ടാൻ വെറൈറ്റി നമ്മുടെ ഈ മഞ്ഞയാണ്. നമുക്ക് വീട്ടിൽ പ്ലാന്റ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു തെയ്യം തന്നെയാണ്. നമുക്കൊരു N18 അതുപോലെ ഒരു E35 സ്ഥലമുണ്ടെങ്കിൽ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യണം. പലവരും ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും റംബൂട്ടാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്യരുത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 3-3.5 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല മധുര. N80 കൂടുതൽ മധുരം നമുക്ക് E35 ആണ്. പക്ഷേ N80 നേരത്തെ പറഞ്ഞ പോലെ 18 കായും, ഇത് 35 കായാണ്. തൂക്കം കുറവാണ്. അപ്പം നമുക്ക് പ്ലാന്റ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു തെയ്യാണ് നമ്മുടെ E35. വീട്ടിലൊരു തെയ്യൊക്കെ നമുക്ക് വെക്കാം. അതുപോലെ ഒരു N80 വെക്കാം, അതുപോലെ ഒരു ലോങ്ങൻ വെക്കാം. അതുപോലെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്കിത് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.